തലയെക്കെട്ട്, തൊപ്പിട്ട് തലയെക്കെട്ട്. പിന്നെ എന്ത്? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഉണ്ടാവും മുസല്ല തോളിലൂടെ. യാത്രയിൽ മുഴുവനും ഒരു മുസല്ല ഉണ്ടാവും. എവിടുന്നും ഒതു കൊടുക്കാനുള്ള ഒരു കിണ്ടി ഉണ്ടാവും, എവിടുന്നും. പിന്നെ 3 കഷ്ണം തുണി ഉണ്ടാവും, ഒരു മുസാഫ് ഉണ്ടാവും. ഇതില്ലാത്തൊരു യാത്ര ഉണ്ടാവില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിനെ നിയന്ത്രിച്ച മഹാനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പ്ലാറ്റ്ഫോമിൽ ഒരു വൃക്ഷം നട്ടുപിടിച്ച് കായ്പിക്കാൻ പോലും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ സ്പേസ് 40 കൊല്ലം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിന് ആ മനുഷ്യന്റെ രീതിയാണ് പറയുന്നത്. നീളം കുപ്പായം, തൊപ്പിട്ട തലയെക്കെട്ട്, തോളിലൂടെ മുസല്ല. അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രക്കാർ പറഞ്ഞ് ഒരു സംഭവം പറയുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ തങ്ങളെ കഴുത്തില് തോളില് മുസല്ല, നിസ്കരിക്കാനുള്ള മുസല്ല തോളിൽ മുഴുവനും, കയ്യിൽ ഒതു കൊടുക്കാനുള്ള കിട്ടിയും. ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ പത്രക്കാര് അടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ് അസർ നിസ്കരിക്കട്ടെയാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കൂടി നിന്ന ചന്ദ്രികയുടെയും മറ്റും പ്രവർത്തകന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കളിയാക്കി. ഓഹോ, നിസ്കരിച്ചിട്ട് തങ്ങൾ കറാമത്ത് കൊണ്ട് തങ്ങളുടെ അത്ഭുതം കൊണ്ട് മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുമായിരിക്കും എന്ന് പറഞ്ഞു. തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി എന്നുകൊണ്ട് പറഞ്ഞു, കേരളം ചരിത്രം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ 3-ാം ദിവസമാണ് അച്യുതമേനോൻ സത്യം പറഞ്ഞത്. തോളിലെപ്പോഴും നിസ്കാരത്തിന് മുസല്ല ഉണ്ടാവും, കയ്യിൽ ഒതു കൊടുക്കാനുള്ളൊരു കിണ്ടി ഉണ്ടാവും. അതില്ലാത്തൊരു സമയം ഉണ്ടാവില്ല. കയ്യിലുണ്ടാവുന്ന കൈ പിടിച്ചിറക്കുന്നല്ല, അത് തൻ്റെ പരിസരത്തുണ്ടാവും. ഒരു ഫ്ലാസ്ക് ഉണ്ടാവും, കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടാവും. എവിടെയും അന്തി ഉറങ്ങാം, എവിടെയും അന്തി ഉറങ്ങാം. ഒരു ഫ്ലാസ്ക് ഉണ്ടാവും. ആ ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട KK മുഹമ്മദ് സാഹിബാണത്. ബാപ്പയ്ക്ക് തങ്ങളുടെ സന്തത സഹചാരി KK, നമ്മൾ കരുതി കൂട്ടി ക്ഷണിച്ചു വെച്ചത് KK. ഇതിലെ എള്ളോളം പൊള്ളുണ്ടെങ്കിൽ KKക്ക് പറയാം. ബാപ്പയ്ക്ക് തങ്ങളുടെ സന്തത സഹചാരിയായ KK മുഹമ്മദ് സാഹിബാണ് ഇരിക്കുന്നത്. ഇതാണ് അവരുടെ ജീവിതം. ഫ്ലാസ്ക് ഉണ്ടാവും, ബിസ്ക്കറ്റ് ഉണ്ടാവും, എവിടെയും അന്തി തുടങ്ങാം. അള്ളാഹുമായി അകലുന്ന പ്രശ്നമില്ല, നിസ്കാരത്തിന് നേരം വൈകുന്ന വിഷയമല്ല, തഹജ്ജുദ് ഒഴിവാക്കുന്ന രാത്രിയില്ല, ഒഴിവാക്കുന്ന രാത്രിയില്ല. ഞാൻ ചില അനുഭവങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ തിരിച്ചു പോകണം. എന്നിട്ട് നമ്മൾ എവിടുന്നാണ് നമ്മളെ മുൻഗാമികൾ തുടങ്ങിയത്? അവർ ഇലാഹിൽ നിന്നാണ് തുടങ്ങിയത്. ആ ഇലാഹിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. പിന്നെ സംഘടനകൾ വാശി ഉപേക്ഷിക്കണം. നന്മ പ്രവർത്തിക്കുക എന്ന വാശി മാത്രമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്നെപ്പോലത്തെയുള്ള കുട്ടി പ്രവർത്തകന്മാർ ഉപേക്ഷിക്കണം. അത് നിർബന്ധമായി ഉപേക്ഷിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ദാരുണമായ ഒരു ദുരന്തം ഇതാ മലയാളക്കരയിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. മലയാളക്കരയിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, ചിലപ്പോൾ പ്രവചനശേഷിയുടെ ഒരു ഗതികേടുണ്ടാവും ചില ആളുകൾക്ക്. അതിന് പ്രവാചകനാവേണ്ടതില്ല. ഞാനൊരു പ്രവചനം പറയാൻ പോവാണ്. മലയാളത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇനി വരാനുള്ള ഏറ്റവും വലിയ ദുരന്തം അപക്വമായ തീരുമാനങ്ങൾ വരും എന്നതാണ്. അതിന് കാരണം വലിയവരെ നിയന്ത്രിക്കുന്ന ചെറിയവർ എല്ലാ രംഗത്തും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് കാര്യം. പഴയ കാലം അങ്ങനെയല്ല. വലിയവർ പറയുന്ന തീരുമാനം നടപ്പിലാക്കുന്ന ജോലി മാത്രമായിരുന്നു ചെറിയവർക്കുണ്ടായിരുന്നത് എല്ലായിടത്തും. ഇപ്പോൾ എന്തോ അറിയില്ല, എല്ലാ രംഗത്തും ഇതെന്റെ ഒരു വേദനയാണ്, ഒരു ദേഷ്യമല്ല. ഇത് ഞാൻ ഒരാളെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു വാക്കല്ലേ അല്ല. ഈ പാവത്തിന് ഞങ്ങൾ വെറുതെ വിടണം. ഞാൻ എവിടെയും ഇത് കാണാണ്. മലയാളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ദുരന്തം എഴുതിച്ചു. അപക്വമായ തീരുമാനങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ഇല്ലെങ്കിൽ ചരിത്രത്തെ നേർവരയിലേക്ക് തിരിച്ചുവിടേണ്ടി വരും. എവിടുന്നാണ് ഈ വിശാലത നഷ്ടപ്പെട്ടു പോയത്? ഏത് സൊസൈറ്റിയിലും ചെറുബാല്യക്കാർ തീവ്രവാദികളായിരിക്കും. അതേത് സൊസൈറ്റിയിലും കൾച്ചറാണ്. അവരെ പിന്നെ അതൊരാശയം നന്നായതുകൊണ്ട് കാര്യമല്ല, ആ ആശയം തന്നെ അപക്വമായ നിലയിൽ അവതരിപ്പിച്ചാൽ അത് അദാബായി മാറും. ഉദാഹരണം, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇത് കാറ്റാണ്. ഇത് അല്പാൽപ്പം മിന്നിയാൽ അടിച്ചാൽ അത് റഹ്മത്താണ്. അതിനോ കുറച്ചത് കട്ടി കൂടിയാൽ ഇത് അദാബാണ്.
വെള്ളം നല്ലതാണ്, ഉറവ് നല്ലതാണ്. പക്ഷെ അതിന് പരിധി വിട്ടപ്പോഴാണ് 700 ഏക്കർ ഒലിച്ചൊയ്യുന്ന മൊയ്കുട്ടിയാക്കാറുന്നത്. അല്ലേ? പറ. വളരെ നമ്മൾ ചിന്തിക്കണം. അപക്വമായ തീരുമാനങ്ങളുടെ വർഷങ്ങളായിരിക്കും ഇനി മുസ്ലിം കേരളത്തിന് വരാൻ. ഇല്ലെങ്കിൽ പക്വമതികളായ നേതൃത്വത്തിന്റെ മുന്നിൽ അടങ്ങാൻ ചെറുബാല്യക്കാരായ എന്നെ പോലെയുള്ളവർ തയ്യാറാകണം. ഇത് നടന്നേ പറ്റൂ. അതിന് നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഇത് നിർബന്ധമാണ്. ഞാൻ നിങ്ങളോട് എഡിറ്റ് ചെയ്യാതെ ഉമ്മത്തിന് നൽകണം എന്ന് പറയാനുള്ള കാരണം ഇതിന് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു മഹലിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ ബാധ്യസ്ഥനാണ്. ആ മഹലിൽ ബോധമുള്ള മനുഷ്യന്മാരുണ്ടോ? അവർ വാപ്പക്കത്തങ്ങളോടും പൂക്കത്തങ്ങളോടും ശംസുലമയും കണ്ടു പഠിച്ചവരായിരിക്കും. ഒരു 10-40 കൊല്ലം ഒരു മഹലിൽ ഉസ്താദായി നിന്ന ഒരു വലിയ മനുഷ്യൻ 40 കൊല്ലം ആ മഹലിൽ ജോലി ചെയ്തിട്ട് പല ആശയക്കാരും അവിടെ ഉണ്ടാവും, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ മനുഷ്യൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ഇന്നപ്പോഴത്തെ ഒരു പുത്തൻ കുറ്റുകാരൻ അവിടെ ഖത്തീബാവും. അന്ന് 4 പള്ളി ഉണ്ടാവും. അക്കൊല്ലം പുതിയ പള്ളിക്ക് നടക്കരുതും. അതിന് കാരണം എന്താ? സമൂഹത്തിന്റെ നായകത്വം പക്വമതികളെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പക്വത നഷ്ടപ്പെട്ടാൽ ഉമ്മത്ത് തകർന്നു പോകും. കാരണം പക്വമതികളായ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളും അല്ലാഹുവിന്റെ വെളിച്ചവും കാരണം ഇലാഹിനോട് ബന്ധമുണ്ടായി. നന്നാവല്ലേ വേണ്ടത്? പറയും, നന്നാവല്ലേ വേണ്ടത്? നന്നാവാണ് വേണ്ടെങ്കിൽ ബാഫക്കയിലേക്കും പൂക്കോയിലേക്കും ഒക്കെ നമ്മൾ ഇറങ്ങിപ്പോണം. അതാവില്ല. അതാണ് നമ്മളെ നേർരേഖ. അല്ലാതെ എന്താ അതിനർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് ഇതൊക്കെ EMS അടക്കം പുറത്ത് കാത്തു നിന്ന തീരുമാനത്തിന് വേണ്ടി EMSഉം തങ്ങളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ EMSോട് കൂടെ ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ തങ്ങൾ ഒത്താശ കാണിച്ചിട്ടുണ്ട്. പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ EMSനോട് പറയും, ഒന്ന് നിൽക്കി. അകത്തുപോയതിനാൽ 2 റക്അത്ത് നിസ്കരിക്കാത്ത ഒരു യോഗത്തിന്റെ തീരുമാനത്തിനും തങ്ങൾ കൂട്ടുന്നതില്ല. അത് EMSന്റെ കൂടി തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒന്ന് നിൽക്കുന്നു പറയും. ഈ പാണ്ഡികശാലയിൽ EMS വന്നിട്ടുണ്ട്. ഗൗരവമായ കേരളത്തിലെ പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഈ വല്യങ്ങാടിയിലെ പാണ്ഡികശാലയിൽ EMS വന്നിരുന്നു. ചടുലമായ ചർച്ചകൾക്ക് ശേഷം EMSന് അടക്കമുള്ള കേരളത്തിലെ അധികായന്മാരായ നിരീശ്വരവാദികളെ ഇരുത്തിയിട്ട് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തങ്ങൾ പറയും, 1-2 മിനിറ്റിനിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. അകത്തൊരു മുറി ഉണ്ടായിരുന്നു. അകത്തെ മുറി പോയിട്ട് മുള്ളു എടുത്തിട്ട്, അല്ലാഹുവേ, ഞാൻ നിരീശ്വരവാദിയോട് കൂടിയിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി അത് ഭംഗിയാക്കി നടപ്പിലാക്കി തരണേ, എൻ്റെ ദീനിന് വേണ്ടി ആക്കി തരണേ എന്ന് അകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടല്ലാത്ത ഒരു തീരുമാനം തങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട് അടക്കാക്കുണ്ടിലെ ബാപ്പു ഹാജി എന്നൊരാൾ, വലിയ സുന്നി പ്രവർത്തകനും വലിയ ലീഗിന്റെ നേതാവുമായിരുന്നു. ആണ്. അള്ളാഹുള്ള വയസ്സന്മാർ അവർക്കൊക്കെ അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. എപ്പോഴും എന്നെ കണ്ടാൽ ബാഫക്ക് തങ്ങളെ പറ്റി പറയാൻ വേണ്ടി പറയും, കുട്ടിയെ, ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ വിളിക്കും തങ്ങളുടെ പാണ്ഡികശാലയിലേക്ക്. എന്നിട്ട് രാത്രിയാ തങ്ങളെ വക എല്ലാവർക്കും ഭക്ഷണം, നെയ്ച്ചോറും കോഴിയിറച്ചും ഒക്കെ തങ്ങളെ വക. എന്നിട്ട് നേരം വെളുക്കുന്നവരെ, തഹജ്ജുദിന്റെ നേരമാകുന്നവരെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം പാതിരാൻ കഴിയുന്നത് വരെ ചർച്ച ചെയ്തതിനു ശേഷം എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ട് തങ്ങൾ പറയും, എല്ലാവരും ഇരുന്നോളൂ, ഞങ്ങളൊന്ന് അകത്തേക്ക് പോട്ടെ. അകത്തേക്ക് കയറിപ്പോകും. ബാഫക്ക് തങ്ങള്, പൂക്കോയ തങ്ങള്, MK ഹാജിയെ പോലത്തെ ഒരു 3-4 ആൾ അകത്തേക്കോ നിസ്കരിക്കും, പുറത്തു വരും. ഇങ്ങനത്തെ തീരുമാനം പറയാം. ചർവണം നടത്തുന്ന നേതാക്കന്മാർ, പക്ഷെ തീരുമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹുവോട് പറയും. ആ കാലഘട്ടത്തിൽ 948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊണ്ടിട്ട് 1973 സയ്യിദ് റഹ്മാൻ ബാഫക്കി മക്കയിൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നേതാക്കൾ, അതിന്റെ സുപ്രീം പ്രസിഡിയം, അതിന്റെ ഉന്നതാധികാര നേതൃത്വം അള്ളാഹുവിനോട് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കാതെ ഒരു യോഗത്തിന്റെ തീരുമാനം പുറത്തിറക്കിയിട്ടില്ല. ഇത് ഇന്നത്തെ നേതാക്കൾ നടപ്പിലാക്കിയാലേ അതിൽ ഇലാഹിന്റെ എതുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ഒരു കൊച്ചനുജന് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു സന്ദേശം. പടച്ചു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഭൂമി എല്ലാവരെ പോലെയുമുള്ള ഭൂമിയല്ല. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസഫാൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നമ്മൾ മാനവ ജനകോടികൾക്കുള്ള സാക്ഷിയാണ്. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ ധർമ്മം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ നീതി ഉണ്ടാവുള്ളൂ. നമ്മൾ അല്ലാഹുവിന്റെ ഇലാഹിന്റെ പൊരുത്താണ്. ഷുക്കൂർ എന്നൊരു കുട്ടി വധശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പായപ്പോൾ
ഒരു വീട്ടിൽ അഭയം തേടി 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരത്തിന്റെ ബറക്കത്തും കറാമത്തുമാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികായനായ സെക്രട്ടറി പോലും പറയേണ്ടി വന്നു, വിഭജനാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടം ഈ 3 മാസമാണ്. അത് അബ്ദു ഷുക്കൂർ എന്ന കുട്ടിയുടെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ ബറക്കത്താണ്. ഇത് ഷുക്കൂറിന് മാത്രം ബാധകമല്ല, ഇത് കുഞ്ഞാപ്പാക്ക് ബാധകമാണ്, എനിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഈ അടിത്തറയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം. ഒന്നുമില്ല. ഞാൻ എൻ്റെ മഹാനായ നേതാവ് ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വപ്നങ്ങളില്ലാത്ത മൂല്യരാണ് ഞാൻ. സ്വപ്നം തന്നെ ഇല്ല, ഒരു സ്വപ്നമില്ല, ഒന്നുമില്ല. ഒരു സ്വപ്നമേ ഉള്ളൂ, ഇത് പറഞ്ഞ് മരിച്ചു പോകാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പറയാണ്, ബാഫക്കയിലേക്ക് മടങ്ങാതെ നമ്മൾ EMSന്റെ പ്രസ്ഥാനമല്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസ്ഥാനമല്ല, നമ്മൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വകദാലിക അല്ലാഹുവിന്റെ കലാം ശരീഅത്തിലുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അതിന് തയ്യാറാകാത്ത കാലത്തോളം നമ്മുടെ തീരുമാനത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തം ഉണ്ടാവില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഹദ്ദാദ് ഒരു ദിവസം മുടക്കൂല, ഒരു ദിവസം ഹദ്ദാദ് മുടക്കൂല. ഇനി ഉസ്താദ്മാരല്ലാത്തവര് ഒരു 50 ഒരു ദിവസവും ഹദ്ദാദ് മുടക്കുന്ന പ്രശ്നമില്ല. ഈ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഏതോ ചെമ്പോട്ടിയുടേതല്ല, അത് കാറു മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചെന്ന ശർഈയായ ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില അദ്കാറുകൾ ഹബീബായ റസൂൽ പറഞ്ഞതിന് എന്തിനാണ്? അത് വ്യക്തിക്കും സമൂഹത്തിനും. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, 2 പ്ലേറ്റിലാണ് ഭാഷ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എന്താ അങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ, എന്തിനാ അങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ സ്വയം ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം ഉണ്ടായാൽ വ്യക്തിക്ക് ആപത്തുണ്ടാവില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ഇനി വനസ്തഗ്ഫിറുല്ലാഹ്, ഇത് സമൂഹത്തിന് ശുദ്ധീകരണമാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റരുതേ, അപ്പോൾ സമൂഹത്തിന് ഹലാക്കുണ്ടാവില്ല. ഇതാണ് ഹജ്ജാദ്. മഹ്ശറിൽ പോലും ഞങ്ങൾ കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ദുനിയാവിൽ അക്സിറു യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പുണ്യ റസൂൽ. ഞാൻ വിശദീകരിക്കണില്ല. MK ഹാജി തങ്ങളെ തേടി വരുന്ന സംഭവം, MK ഹാജി തങ്ങളെ തേടിയിട്ട് കൊയിലാണ്ടി വന്നിരുന്ന സംഭവം തങ്ങളുടെ സ്വന്തം മകൻ അംസബാഫഖി എന്നോട് പറഞ്ഞു. മഗ്‌രിബിനാണ് വന്നതെങ്കിൽ സംസാരിച്ചങ്ങനെ നീട്ടിയിട്ട് മഗ്‌രിബോടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. മഗ്‌രിബാകുമ്പോൾ നേരെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോയി പിന്നെ തങ്ങളെ കിട്ടൂല, പിന്നെ തങ്ങൾ ദിക്റിലും ഔറാദിലേക്ക് കഴിഞ്ഞോടും. പിന്നെ ഇശാക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ കൊയിലാണ്ടി പള്ളിയിൽ തങ്ങളുടെ ജമാഅത്തിൽ, എൻ്റെ മഹല്ല് ജമാഅത്തിൻ്റെ പള്ളിയിൽ ഹദ്ദാദ് നടക്കും. ഹദ്ദാദ് ചെല്ലും. കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദിന്റെ ശില്പിയായ MK ഹാജി ഹദ്ദാദ് ബാപ്പക്ക് തങ്ങളെ കൂടെ ഇരുന്നത്. എന്നിട്ട് പുറകെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞേക്കും. ഒരു പ്രശ്നമില്ല. ബാപ്പക്ക് തങ്ങളെ ഹദ്ദാദ് ആടല്ലാന്ന് MK ഹാജിക്ക് അറിയാം. ഇതാർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കല്ല, ഇത് അള്ളാഹിനോട് പറയാന്നറിയാം. MK ഹാജി ബാപ്പക്ക് തങ്ങളെ തറവാട്ട് പള്ളിയിൽ ഹദ്ദാദ് ചൊല്ലിയ അനവധി സംഭവം ഞാൻ എൻ്റെ കണ്ണോട് കണ്ടിട്ടുണ്ട്. ബാപ്പക്ക് തങ്ങളുടെ സ്വന്തം മകൻ ഹംസ ബാപ്പക്ക് റമളാന്റെ നോമ്പ് നോറ്റ് എന്നോട് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. എവിടുന്ന് ഇതൊക്കെ നമുക്ക് വന്നുകൂടി? എന്ത് ഇതൊക്കെ എത്ര നമ്മൾ അകന്നു പോയത്? തിരിച്ചു ഞാൻ പറയാം, നിങ്ങൾ വല്ലാതെ സൂഹിക്കണ്ട. കുറച്ചപ്പുറത്തേക്ക് തിരിച്ചു വരുമ്പോണ്ട് വല്ലാതെ സൂഹിക്കണ്ട. ഇപ്പൊ എല്ലാവർക്കും നല്ല സുഖമാണ്. ഇനി കുറച്ചൊക്കെ ഞാൻ തിരിച്ച് പുറത്തേക്ക് പറയാൻ പോകുന്നുണ്ട്. കാത്തിരുന്നോളൂ. ലേശം നമ്മളുടെ ഈ ജാതി കാര്യങ്ങളിലൊക്കെ നന്മകളിൽ സഹകരിക്കുന്ന ഒരു ബോധം ഇത് നമ്മളെ നേതൃത്വം കാണിച്ചിട്ടുണ്ട്. ബാപ്പക്ക് തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹദ്ദാദ് ചെല്ലുന്നതിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട MK ഹാജി തിരിച്ചു. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിസ്കാരത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വന്നത്. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് സാഹിബിന്റെ ഒരു ലേഖനം ഞാനിവിടെ വായിക്കാം. തങ്ങളോടുകൂടി ഇന്നലെ രാത്രി എന്നോട് കേക്കയും പറഞ്ഞു. അത് കേക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. തങ്ങളുടെ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റി ഇവിടെ ഇരിക്കുന്ന കേക്ക് എന്നോട് പറഞ്ഞു.
ലോഡ്ജിൽ മുറിയെടുത്താൽ രാത്രിയായാൽ എല്ലാവരും ഉറങ്ങിയാൽ പിന്നെ ആരെങ്കിലും പെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങൾ നിസ്കരിക്കും. ലീഗിന്റെ യോഗം കഴിഞ്ഞ് 3 മണിക്ക് വന്നിട്ട് എല്ലാവരും കിടക്കും. പിന്നെ ഒരു 3:30 മണിക്ക് എല്ലാവരും ആരെങ്കിലും കണ്ണൂർ നോക്കിയാൽ തങ്ങൾ നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി വരെ ഖുർആനോടും. എന്നിട്ട് സുബഹി ജമാഅത്തായി നിസ്കരിക്കും. സുബഹിന്റെ ബാങ്ക് കൊടുത്താൽ എല്ലാവരും വിളിക്കും. വിളിച്ചവർക്ക് സുബഹി നിസ്കരിച്ച പാരിതോഷികം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാസ്കും ബിസ്ക്കറ്റും. മനസ്സിലായില്ല? ജമാഅത്തിൽ പങ്കെടുത്തവർക്കുള്ള പാരിതോഷികമാണ് എന്ത്? രാത്രി തന്നെ എവിടുന്നെങ്കിലും ചൂടുവെള്ളം കയറിയിട്ടുണ്ടോ? തങ്ങളെ കൂടെ ലോട്ടിൽ കൂടേണ്ടി വന്നാൽ ആ ലോട്ടിൽ തങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിച്ചു കൊടുക്കുന്ന ആളുകൾക്കുള്ള പാരിതോഷികമാണ് എന്ത്? ഈ ഫ്ലാസ്കിലെ വെള്ളം. ആ മനുഷ്യനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശില്പി. ആ മനുഷ്യനാണ് സമസ്തയെ ജനകീയമാക്കിയ ഏറ്റവും മഹാനായ നേതാവ്. അതാണ് നമ്മളെ നേതൃത്വം. തഹജ്ജുദ് നിസ്കരിക്കാത്തൊരു സംഭവം ഉണ്ടാവില്ല. ഞാനിത് ചില സംഭവങ്ങൾ 1-2 സംഭവങ്ങൾ പറയാം. അലിക്കുഞ്ഞി സാഹിബ് തന്റെ അനുസ്മരണത്തിന്റെ ഒരു സംഭവം പറയാം. തിരുവനന്തപുരത്ത് MLA ക്വാർട്ടേഴ്സിൽ 20-ാം നമ്പർ മുറിയിൽ ഒരു ദിവസം ഞാനും തങ്ങളും കൂടി താമസിക്കുകയായിരുന്നു. അദ്ദേഹവുമായി ഇണങ്ങിച്ചേർന്ന ഇറക്കപ്പനി, സാധാരണ വല്ലാതെ പനി ഉണ്ടാവും തങ്ങൾക്ക്, ഭയങ്കര ലാസ്റ്റൊക്കെ വല്ലാതെ പനിയുടെ രോഗം വന്നിട്ടുണ്ട്, പനി. അന്ന് രാത്രി അദ്ദേഹത്തെ പിടികൂടി വിറച്ച് പനിച്ചു തങ്ങൾക്ക്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. സുന്നത്തും പതിവ് പോലുള്ള ഹദ്ദാദും കഴിച്ചു. MLA ക്വാർട്ടേഴ്സിലെ 20-ാം നമ്പർ മുറി. അദ്ദേഹം വിശ്രമിച്ചു. അതിനിടയ്ക്ക് കാലിന് അസഹ്യമായ വേദനയും തുടങ്ങി. ചില സന്ദർശകർ വന്നു. അദ്ദേഹത്തിന്റെ വിഷമം കണ്ട് തിരിച്ചുപോയി. ഇശാ നിസ്കാരത്തിന്റെ സമയമായി. കൃത്യമായി ഇശയും നിസ്കരിച്ചു ജമാഅത്തിൽ. ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചു. അദ്ദേഹം കാലിന്റെ വേദന സഹിച്ചും കൊണ്ട് നരങ്ങിയും ഉരുണ്ടും ഉറങ്ങി. അടുത്ത കട്ടിലിൽ ഞാനും ഉറങ്ങി. അലിക്കുഞ്ഞി സാഹിബ് പറയാം, വലിയ വേദന, പനി. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഉളുവെടുത്ത് വന്ന് തന്റെ മുസല്ല ഖിബിലക്ക് നേരെ ഇടുന്നതാണ്. സുബ്ഹി യായിരിക്കുമെന്ന് കരുതി ഞാൻ വേഗം ഉളുവെടുത്ത് വന്നു. അലിക്കുഞ്ഞി സാഹിബ് പറയാം. അപ്പോൾ അദ്ദേഹം നമസ്കാരത്തിലാണ്. അത് കഴിഞ്ഞ ശേഷം സുബ്ഹി നിസ്കാരത്തിന് അദ്ദേഹത്തെ തുടരാമെന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിലയുറപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ 2 റക്അത്ത് കഴിഞ്ഞു. തിരിഞ്ഞു നോക്കി. നിങ്ങൾ എന്താണ് നിസ്കരിക്കാൻ പോകുന്നത് എന്ന് എന്നോട് ചോദിച്ചു. സുബ്ഹി ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് തിരിച്ച് മണി 3 ആയിട്ടുള്ളൂ, സുബ്ഹി ആയിട്ടില്ല. സുബ്ഹിക്ക് ഞാൻ വിളിക്കാം. കലശലായി പനിയ, കാല് മുഴുവൻ നീര് കെട്ടി വീർത്തതാ. തഹജ്ജുദ്. അദ്ദേഹം വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കുമ്പോൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അദ്ദേഹം വളരെ പാടുപെടുന്നത് ഞാൻ കട്ടിലിൽ കിടന്ന് കണ്ടു. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബിയോട് സ്വന്തം കാല് അന്യായം പറഞ്ഞു, നബിയെ ഇനി എന്നെ കൊണ്ട് നിസ്കരിപ്പിക്കരുത്, എനിക്ക് വയ്യട്ടാ. ആര് പറഞ്ഞിരുന്നു? എന്നിട്ട് നിസ്കരിച്ചു. കാലിന് നീക്കാൻ കഴിയാത്ത നേരത്ത് നിസ്കരിക്കണപ്പോ ആയിഷ ബിബി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇതെന്തിനാണ്? അപ്പോൾ ഞാൻ അള്ളാഹ്ക്ക് ഏറ്റവും നന്ദിയായ ചെയ്യുന്ന ആളാകാൻ എൻ്റെ പുതിയ അപ്പള അള്ളാഹ്ക്ക് ഏറ്റവും നന്ദി ചെയ്ത ആളാവണമെന്ന് നിനക്ക് പൂതിയില്ലേ ആയിഷ എന്ന് തിരിച്ചു വെച്ചു. ഞാൻ അതിനു വേണ്ടിയാണ് നീര് കെട്ടി വീർത്ത കാലുകൊണ്ട് കഷ്ടപ്പെടുന്നത് എന്ന് പുണ്യ റസൂൽ അതന്നെ. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അതാണ് വാസക. നേരം വെളുക്കുന്നവരെ കലശലായി പഠിച്ചു, വെറുതെ പരിക്ക്, കാല് നീര് കെട്ടി വീർത്തിരിക്കുക. അലിക്കുഞ്ഞ് സാഹിബ് കട്ടിൽ കിടന്നിട്ട് പറയാ, ഞാൻ നോക്കി തങ്ങൾക്ക് എണീക്കാൻ വയ്യ, എന്നാൽ നിസ്കരിക്കുക. നിസ്കരിച്ചു. അദ്ദേഹം വല്ലാതെ പാടുപെടുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞു, വീണ്ടും കിടന്നു. കാലിന്റെ വേദന എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയുണ്ട് എന്ന് മറുപടി പറഞ്ഞു. കാൽ നീട്ടി നോക്കിയപ്പോൾ കുറെ നീര് വന്നിരിക്കുന്നു, വണ്ണവും കൂടിയിരിക്കുന്നു. അതൊന്നും പതിവുള്ള ഇബാദത്തിന് തടസ്സമാവരുത് എന്നാണ് എനിക്ക് ലഭിച്ച ഉത്തരം. തങ്ങൾ വീണ്ടും കിടന്നു. 5 മണി അടിക്കുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഒതുവെടുത്ത് വന്ന് സുന്നത്ത് നമസ്കാരത്തിലായിരുന്നു. ഞാനും ഒതുവെടുത്ത് വന്നു. അപ്പോഴേക്ക് സുബഹി നമസ്കാരം അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തെ ഇമാമാക്കിക്കൊണ്ട് ഞാനും നിസ്കരിച്ചു.
നിസ്കാരം കഴിഞ്ഞ ഉടനെ അതേ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ അത് എടുത്തു കൊടുത്തു. അതിൽ നിന്ന് നെസ്കഫയുടെ ടിന്നും ഹോർലിക്സിന്റെ കുപ്പിയും എടുത്തു. അടുത്ത് വെച്ചിരുന്ന ഫ്ലാസ്ക് എടുത്തു. അതിന് ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അതെടുത്ത് ഹോർലിക്സും നെസ്കഫയും മിക്സ് ചെയ്ത് കാപ്പി ഉണ്ടാക്കി 2 ഗ്ലാസ്സിലാക്കി. ബാഗിൽ നിന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് 4 എടുത്തു. 2 അദ്ദേഹം എടുത്തു, 2 എനിക്കും നൽകി. തിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തങ്ങളുടെ കാലിന്മേൽ നോക്കി. അപ്പോൾ തങ്ങൾ നോക്കാനൊന്നുമില്ല, അത് വീങ്ങുകയും ചുരുങ്ങുകയും ചെയ്യും എന്നോട് പുഞ്ചിരിയോടുകൂടെ മറുപടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ എന്റെ സ്മൃതി പദത്തിലൂടെ പറഞ്ഞു പോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ രാത്രിയാണ്. ഇത് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനും ബാധകമാണ്. അപ്പോൾ മാത്രമേ നമ്മൾ മുതിർന്നാവുള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എന്റെ രോമം മുട്ടിക്ക് അങ്ങൾക്കാർക്കും കഴിയില്ല. എനിക്ക് നിങ്ങൾ ഇന്നൊരു ഉപയോഗത്തിന്റെ ആവശ്യമില്ല, ഒരു ഉപകാരവും ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കണമില്ല. ഇതിലേക്ക് മടങ്ങിപ്പോകാതെ ഈ ഉമ്മത്തുണ്ടാവില്ല. لا يصلح آخر هذه الأمة إلا بما صلح به أولها എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഏതൊന്നിൽ നിന്ന് ആദ്യ കാലഘട്ടക്കാർ തുടങ്ങിയോ അതിലേക്ക് മടങ്ങിപ്പോകാതെ ഒരു ഉമ്മത്തും നന്നാവില്ല. മുഹമ്മദ് പുണ്യ റസൂൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാവർക്കും ബാധകമാണ്. ഞാൻ അല്ല ആണെന്നും പറയല്ല, ബാധകമാണ് എന്ന് പറയാം. അവരങ്ങനെയാണെന്നോ അവരങ്ങനെ അല്ലെന്നോ ഞാൻ പറയല്ല, അത് അവർക്ക് ബാധകമാണ്. അതിലേക്ക് മടങ്ങിപ്പോകാൻ നന്നാവില്ല. ഇതെല്ലാവർക്കും ബാധകമാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പോലെ ഓക്കാനിക്കാൻ മെനക്കെട്ടാൽ കൊടിയും തണ്ടും കൊണ്ട് മാത്രം നമ്മൾ വിപ്ലവം നടത്താൻ തുടങ്ങിയാൽ അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം മാത്രമേ ആയിരിക്കൂ. കമ്മ്യൂണിസ്റ്റുകാരെ ഇബ്ലീസ് സഹായിക്കും, നമ്മളെ ഇബ്ലീസ് സഹായിക്കൂല. കാരണം കമ്മ്യൂണിസം ജയിക്കണമെന്ന് ഇബ്ലീസിന് വലിയ താല്പര്യമാണ്. കമ്മ്യൂണിസം ഇബ്ലീസിന്റെ പ്രസ്ഥാനമാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുമെന്ന് ഇബ്ലീസ് പ്രതിജ്ഞ ചെയ്തതാണ്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയാണ് 1848 ലണ്ടൻ ലൈബ്രറിയിൽ നിന്ന് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ദാസ് ക്യാപിറ്റൽ എഴുതിണ്ടാക്കിയത്. ലക്ഷ്യം ഇബ്ലീസിൻ്റെതാണ്. അതിന്റെ 2ാമത്തെ ഉൽപ്പന്നമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ പിന്നീട് ചാൾസ് ഡാർവിൻ ലോകത്തിന് നൽകിയത്. ഒരു 10 കൊല്ലം പോലും കഴിഞ്ഞില്ല കമ്മ്യൂണിസം ഉണ്ടാക്കിയ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഡാർവിനിസം പുറത്തു വന്നു. പിന്നീടുണ്ടാക്കിയ നിരീക്ഷണ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും ഈറ്റില്ലവും പോറ്റില്ലവും കമ്മ്യൂണിസമായിരുന്നു. അത് സിറാത്തുൽ മുസ്തഖീമിന് അവരുടെ വിപ്ലവം കൊടിയുടെയും തണ്ടിന്റെയും വിപ്ലവമാണ്, കഠാരയുടെയും തോക്കിൻ കൊടലിന്റെയും വിപ്ലവമാണ്. ഈ വിപ്ലവം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ജയിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ഇലാഹിയായ ഖുദ്റത്തിന്റെ താല്പര്യം മാത്രമല്ലാതെ അതിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. ഞാൻ മമ്പാട് തങ്ങൾ പറയുന്ന ഒരു സംഭവം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ കൂട്ടിയിട്ട് നിങ്ങളോട് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങളുടെ ഒരു സംഭവം, എഴുത്തുകാരനായ മമ്പാട് KPK തങ്ങൾക്കുമുണ്ട് ഇത്തരം അനുഭവം. വെള്ളുവനത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് പര്യടനം കഴിഞ്ഞ് ബാഫഖ് തങ്ങളും സംഘവും രാത്രി 1 മണിക്ക് ഒറ്റപ്പാലം TBയിലെത്തി. 3 മണിക്കാണ് ഉറങ്ങാൻ കിടന്നത്. അല്പം ഉറങ്ങിയ ശേഷം KPK തങ്ങൾ ഒരു കാൽപെരുമാറ്റം കേട്ട് ഞെട്ടിയുണർന്ന് നോക്കിയപ്പോൾ ഒരു റാന്തലും പിടിച്ച് തങ്ങൾ ഉതുവെടുക്കാൻ പോകുന്ന ബാഫഖ് തങ്ങളെയാണ് കണ്ടത്. എന്നിട്ട് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചു. പിന്നെ കുറെ ദിക്റുകളും ഔറാദുകളും തങ്ങൾ പറയുന്ന തോർത്തുകൊണ്ട് ആരോ തട്ടി വിളിച്ചാണ് ഞാൻ പിന്നീട് ഉണർന്നു. കണ്ണു മിഴിച്ചു നോക്കിയപ്പോൾ ശരറാന്തൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ബാഫഖ് തങ്ങൾ സുബഹി നമസ്കാരത്തിന് വിളിച്ചുണർത്തുകയാണ്. ഉറക്കം ഖനീഭവിച്ചു നിൽക്കുന്ന കൺപോളകൾ തിരുമ്മിക്കൊണ്ട് മനമില്ല മനസ്സോടെ ഞങ്ങളും കൽപ്പനയ്ക്ക് വിധേയരായി. നമ്മൾ വിചാരിക്കും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നടന്ന 3 മണിക്ക് വന്ന് കടന്നതാണല്ലോ, അതുകൊണ്ട് തൽക്കാലം സുബഹി ഇല്ലെങ്കിലും നമുക്ക് വേഗം പറയാവുന്നൊരു വാക്കാണ് എന്ത്, അല്ലാഹു ഗഫൂർ റഹീം അല്ലേ. എന്നാൽ ഈ വിഷയത്തിലൊന്നും ആ ചിന്ത ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇതാണ് ബാഫഖ് തങ്ങളുടെ നിസ്കാരം അതിപ്രസിദ്ധവും അതിപ്രശസ്തവുമായിരുന്നു. ഓരോരുത്തരും തങ്ങളോട് ബന്ധപ്പെട്ട അനവധി ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഇവിടെ അനുസ്മരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോൾ ബോംബെയിൽ മലയാളികളും അല്ലാത്തവരും ചേർന്ന് വലിയ ഒരു റാലി നടത്തിയിട്ട് തങ്ങളെ ആനയിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട മഹാനായ ഗുലാം മുഹമ്മദ് ബനാത്ത് വാലയുടെ സ്വന്തം നാട്ടിൽ. അങ്ങനെ
മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ആനയിച്ച് കൊണ്ടുപോവുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങളെ. മഗ്‌രിബിന്റെ നേരമായി ആനയിക്കപ്പെട്ട് മുന്നിൽ നടക്കുകയാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുത്തു. അപ്പോൾ ആനയിച്ച് കൊണ്ടുവന്ന ആളെ കാണാനില്ല. ആള് പള്ളിയെ അത് മനസ്സിലാവുന്നില്ലേ? ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കണം. ശരിക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന തങ്ങള് അവർ വലിയ ജാഥയായി കൊണ്ടുപോവുകയാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആനയിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു. പിന്നെ ആനയിക്കപ്പെടുന്ന ആളെ കാണാനില്ലാതെയായി. തങ്ങളില്ല. പിന്നെ ആളെ കാണാല്ല. ബോംബെക്കാരല്ലേ, ബോംബെക്കാർ പല ആളുകൾ, നോർത്ത് ഇന്ത്യക്കാരെ എനിക്കറിയാം, പല ആളുകളെയും രീതി 2 നിസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കും. ഒന്ന് ചെറിയൊരുനാളും ഒന്ന് വലിയൊരുനാളും. അതാകട്ടെ സുന്നത്താണ്. പിന്നെ എല്ലാവരും തങ്ങൾ കയറിയപ്പോ എല്ലാവരും കയറാൻ നിർബന്ധിതരായി. ഇറങ്ങി വന്നപ്പോ തങ്ങളോട് പത്രക്കാർ ആളുകൾ ചോദിച്ചു, തങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, മതിയായിരുന്നു, ഞാൻ മുസാഫിറാണ്, എനിക്ക് ജമ്മുവും കസറുമുണ്ട്. പക്ഷെ എൻ്റെ ഒപ്പം നടക്കുന്നവർക്ക് ജമ്മുവും കസറുമില്ല. അവരെ നിസ്കാരം കളിയാകാൻ എൻ്റെ ജമ്മുവും കസറും കാരണവും. അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത്. എനിക്ക് എതിരുണ്ട്, എനിക്ക് സുബൈക്ക് നിസ്കരിച്ചാൽ മതി, ഞാൻ മുസാഫിറാണ്. പക്ഷെ എൻ്റെ ഒപ്പം നടക്കുന്നവർക്ക് ജമ്മുവും കസറും ഇല്ല. അവർ മുസാഫിറല്ല, അവർ നാട്ടുകാരാണ്. എൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് ഞാൻ കാരണം ഇന്ന ആനയ്ക്കല്ല വേണ്ടത്, അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെടാം. ഇന്ന ആനയ്ക്ക് അള്ള പറഞ്ഞിട്ടില്ല, അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെടാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ട് പിന്നെ എന്നെ ആനയിച്ചാൽ മതി. അതാണ് മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖി. ആ കണിശ ബോധം, ആ അടിത്തറയിലാണ് ഇതൊക്കെ പടുത്തുയർത്തിയത്. ആ അടിത്തറയിൽ നിലനിൽക്കുമ്പോഴേ ഇതിന് പടച്ചോന്റെ പൊരുത്തം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ എത്രയോ സംഭവങ്ങൾ. കഥകളിക്ക് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക്, നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി കഥകൾ നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് തങ്ങൾ കയറി വന്നൊരു സംഭവം ഒരു സാഹിത്യകാരൻ അനുസരിച്ചിട്ടുണ്ട്. കഥകൾ നടക്കുന്ന സ്ഥലത്തേക്ക് തങ്ങൾ പാഞ്ഞ് കയറി വന്നു. നല്ല സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് കയറി വന്ന് നോക്കുമ്പോൾ ഒരു സായാഹ്ന സമയത്ത് ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു കഥകളി ഇവിടെ ഒരു ആർട്ടിസ്റ്റ് പറയാം, സായാഹ്നത്തിൽ ഞങ്ങളുടെ ക്യാമ്പിൽ തങ്ങൾ കയറി വന്നു. പരിസരം മുഴുവനും കഥകളിക്കോപ്പുകളും വേഷവിധാനങ്ങളും ചിതറിക്കിടക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ മുസല്ല വിരിച്ച് നിസ്കാരത്തിൽ സമയനിഷ്ഠ പാലിക്കുന്ന ജനാബ് തങ്ങൾ നിസ്കരിച്ച രംഗം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൗതുകത്തോടെ നോക്കി. കുറെ കഴിഞ്ഞപ്പോൾ വെളുത്ത ഒരു തുണി കെട്ടയച്ച് ഞങ്ങളെയെല്ലാം കഥകളിക്കാരെ അടുത്ത് വന്നിട്ട്, അവിടെ നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയുള്ളൂ, ഏതോ യാത്രയിലാണ്, കണ്ട ഒരു ഷെഡിലേക്കാണ് കയറി ചെന്നപ്പോൾ അവിടെ കഥകളിയുടെ റിഹേഴ്സൽ നടക്കുക. പിന്നെ കഥകളുടെ ചമയങ്ങളും കോപ്പുകളും അലങ്കാരങ്ങളും വേഷങ്ങളും ഒക്കെ ചിതറിക്കിടക്കുന്നതിനടുത്ത് തങ്ങളെ കയ്യിലുള്ള മുസല്ല വെച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് മുസ്ലിമീങ്ങളുണ്ട്, കുറെ ഹിന്ദുക്കളുണ്ട്, അവരെയൊക്കെ തങ്ങൾ അടുത്തേക്ക് വിളിച്ചിരുത്തി. തങ്ങളെ കയ്യിൽ ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് തുറന്നു നോക്കുമ്പോൾ നല്ല പൊരിച്ച കോഴിയും കുറെ തീറ്റ പലഹാരങ്ങളും. ഞങ്ങളെല്ലാവരും അടുത്ത് വിരിച്ചിരുത്തി. പിന്നെ ഞങ്ങളെ തീറ്റാനാണ് തങ്ങൾ മുതിർന്നത്. ഞങ്ങളുടെ കഥകളി സംഘത്തിലുണ്ടായിരുന്ന OP ജോസഫും കലാമണ്ഡലം കൃഷ്ണൻ നായരും മോഹനും നമ്പീശനും പിതൃതുല്യമായ ആ സ്നേഹങ്ങൾക്ക് മുന്നിൽ വികാരഭരിതരായിപ്പോയി. നിങ്ങൾ ചിന്തിക്കും, മലയാളത്തിലെ കഥകളിയുടെ ജീനിയസുകൾ അവർക്ക്. ഇതാരാണ്? തങ്ങളൊക്കെ ഓടില്ല. ഇതേ ഒരു അനുഭവം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിനുണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന PV അബ്ദുൽ വഹാബിനോട് പറഞ്ഞു, നിസ്കരിക്കണം എനിക്ക്. അപ്പോൾ PV അബ്ദുൽ വഹാബ് പറഞ്ഞ്, തങ്ങളെ കുറച്ചടുത്താണ്, നമ്മൾ ഇറങ്ങിയാൽ തൊട്ടടുത്താണ് നമ്മളെ റൂം പോയി നിസ്കരിക്കാം. ഇത് അമേരിക്കയാണെങ്കിലും അള്ളാന്റെ ഭൂമിയാണ്, നിസ്കരിക്കണം. കുറെ നേരമായി നിസ്കരിക്കാതെ ഫ്ലൈറ്റിലിരിക്കുന്നു, ഇനി നിസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ വഹാബ് പറഞ്ഞ്, തങ്ങളെ ഇത് കരിപ്പൂരല്ല, നമ്മളെ ഭീകരവാദികളായി പിടികൂടും. പറഞ്ഞു, പിടികൂടിക്കോട്ടെ, അള്ളാഹ് പോയിപ്പെട്ടിട്ട് പിടികൂടുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല, നിസ്കരിക്കല്ലേ, ഭീകരവാദമല്ലല്ലോ. വേഗം അവരെയൊക്കെ ശാസനകളും മറികടന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ മനുഷ്യന്റെ മരുമോൻ, അമ്മോഷന്റെ ലക്ഷണമൊത്ത മരുമോൻ, പോയി വാഷ് ബേസിൽ പോയി ഉളവെടുത്ത് വന്നപ്പോൾ പിന്നെ നിസ്കരിക്കാൻ എന്തൊരു വസ്ത്രം കിട്ടി.
ആ വിരിപ്പ് വിരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എയർപോർട്ടിലെ, അമേരിക്കൻ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ഓടി വന്നിട്ട് തങ്ങളെ കൈ പിടിച്ച് നേരെ അയാളുടെ പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല മനോഹരമായ വിരിപ്പ് വിരിച്ചു കൊടുത്തിട്ട് ഒന്ന് കെട്ടിച്ചു. അതന്നെ ലക്ഷണമൊത്തവ അമ്മോശന്റെ ലക്ഷണമൊത്തം ഒരു മോൻ. അവരൊക്കെ അടിത്തറ പടച്ചവനോട് വഴിപ്പെടുന്ന ആ അടിത്തറയായിരുന്നു. ആരുടെയൊക്കെ മുന്നിലാ തങ്ങള്? ഇവിടെ OP ജോസഫാണോ കലാമണ്ഡലം കൃഷ്ണൻ നായരാണോ എന്നൊന്നും തങ്ങൾക്ക് കൊണ്ടല്ല. കഥകളിയുടെ ജീനിയസാ കലാമണ്ഡലം കൃഷ്ണൻ നായർ. അവരെ നടുവിൽ നമസ്കരിച്ച് പിന്നെ എന്തുണ്ടായി? പിന്നെ തന്റെ അന്നത്തെ ഭക്ഷണം തുറന്നിട്ട് എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു. ഇതൊരു മുസ്ലിമിന്റെ ഭക്ഷണമല്ലേ, ഇത് കോഴി പൊരിച്ചല്ലേ എന്നൊന്നും ആരും നോക്കിയില്ല. ആ പിതൃതുല്യമായ വാത്സല്യത്തിന് മുന്നിൽ ഞങ്ങൾ കഥകളിയുടെ സംഘത്തിലുണ്ടായിരുന്ന OP ജോസഫും കലാമണ്ഡലം കൃഷ്ണൻ നായരും മോഹനും നമ്പീശനും എല്ലാം പിതൃതുല്യമായ ആ സ്നേഹങ്ങൾക്ക് മുന്നിൽ വികാരപരിതരായി പോയി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ബുഹാനായ സയ്യിദ് മുഹമ്മദ് രശാബുദ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 972 ഉസ്മാൻ ബാഫഖ് സ്വന്തം മകൻ വാഹനാപകടത്തിൽ മരിച്ചു. അപ്പോൾ തങ്ങൾ ഡൽഹിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോഗത്തിലാണ്. കമ്പിയടിച്ചു, മകൻ മരിച്ചിട്ടുണ്ട്. സമസ്തയുടെ ബോർഡിംഗ് മദ്രസയിൽ വിദ്യാർത്ഥിയാണ് ഈ കുട്ടി, ഉസ്മാൻ ബാഫഖ്, ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങളുടെ മകൻ. അങ്ങനെ തങ്ങൾ മയ്യത്തെടുക്കാൻ വേണ്ടി തങ്ങളെ കാത്തു നിൽക്കുക. തങ്ങൾ നേരെ ഫ്ലൈറ്റിന് ബാംഗ്ലൂർ വഴി ഇങ്ങനെ വന്ന് പുതിയങ്ങാടി വീട്ടിൽ വന്ന് കയറുകയാണ്. മക്കളോട് ഭയങ്കര വാത്സല്യം. 26 മക്കളാണ്, 26 ഹജ്ജുമാണ്. 26ാമത്തെ ഹജ്ജിനാണ് മരിച്ചുപോയത്. 3 ഭാര്യമാര്, ഒരു ഭാര്യയിൽ 7, ഒരു ഭാര്യയിൽ 10, ഒരു ഭാര്യയിൽ 4-5 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ചുരുക്കത്തില് ഉസ്മാൻ ബാഫഖ് 26 മക്കളാണ്, 3 ഭാര്യമാർ, 26 മക്കൾ. ഏറ്റവും വലിയ സ്നേഹമായിരുന്നു മക്കളോട്, വല്ലാത്ത സ്നേഹം. അതായത് അൻസ് ബാഫഖ് എന്നോട് പറഞ്ഞു, ഓരോ മോനും തോന്നുന്നു എന്നോടാണ് ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. ആ വിധത്തിൽ സ്നേഹമായിരുന്നു ബാഫഖ് തങ്ങൾക്ക്. ഉസ്മാൻ ബാഫഖ് മരണപ്പെട്ട വിവരം ഡൽഹിയിൽ ലീഗിന്റെ ഉന്നതാധികാര യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ട വിവരം അറിഞ്ഞത്. പിന്നെ നേരെ ബഹുമാനപ്പെട്ട തങ്ങള് മടങ്ങിപ്പോന്നു. ഉസ്മാൻ ബാഫഖയുടെ മയ്യത്ത് കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗം അനവധി ചരിത്ര രേഖകളിൽ കാണുന്നുണ്ട്. നേരെ കയറി വന്ന് മയ്യത്തിന്റെ അടുത്തേക്ക് തങ്ങൾ പോയില്ല. തങ്ങൾ നേരെ വീട്ടിൽ കയറി വന്നു, ഒന്നുകൊടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. ഇതാ ഫസഅഹു അംറുൻ സല്ലാ. ഏത് പ്രയാസം ഉണ്ടെങ്കിലും നിസ്കാരം കൊണ്ട് പ്രതികരിക്കുന്ന ആളായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് അലാ സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്ത് കാണാൻ വാത്സല്യം. നേരെ മയ്യത്ത് കണ്ടിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കുട്ടിയുടെ അരികിലേക്ക് വന്നപ്പോഴത്തേന് വിചിപ്പിപ്പോയി. പുതുതുല്യം വാത്സല്യനിധിയായ ബാപ്പയായിരുന്നു ഈ ബാപ്പ. അപ്പോഴത്തേനും പൊട്ടിപ്പോയി. എല്ലാവരും കരഞ്ഞു, നിശബ്ദമായി കരഞ്ഞു എല്ലാവരും. എന്നാലും അള്ളാഹുവിനോട് പറഞ്ഞ് നിസ്കരിക്കാതെ മയ്യത്ത് കാണാൻ വന്നില്ല. ഇതാണ് നിസ്കാരവും തങ്ങളും ദീനും തങ്ങളും ഉണ്ടായിരുന്ന വളരെ അഭേദ്യമായ ഒരു ബന്ധം അതായിരുന്നു. അതില്ലാതെ ബഹുമാനപ്പെട്ട തങ്ങള് ഒരു പ്രവർത്തനത്തിനും ഒരു കാര്യത്തിനും തങ്ങൾ മെനക്കെട്ടിട്ടില്ല. ബാഫഖ് കുടുംബത്തിന്റെ പരിസരത്ത് 30 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 30 കുടുംബങ്ങൾക്ക് റമളാൻ 1 മുതൽ 30 വരെ നോമ്പ് തുറ തങ്ങളെ വീട്ടിലാണ്. ഇത് തങ്ങളെ പതിവായിരുന്നു. റമളാൻ എന്നാൽ ബാഫഖ് തങ്ങളുടെ മഹലിന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു റമളാൻ. ശ്രദ്ധിക്കണേ, 30 കുടുംബങ്ങൾ 1 മുതൽ 30 വരെ തങ്ങളെ വീട്ടിൽ നോമ്പ് തുറക്കും. തങ്ങളെ രീതിയാ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതാണ് എല്ലാവരും ഒരേ സമയത്ത് തറാവീഹിന് പോകണം. നിസ്കാരങ്ങൾ, ഓരോരുത്തരും നിസ്കാരങ്ങളെ പരിശോധിക്കാൻ വേണ്ടി തങ്ങൾ കുട്ടികളെ നിസ്കാരത്തെ പരിശോധിക്കാൻ തങ്ങൾ ആളെ വെച്ചിട്ടുണ്ട്. എല്ലാ റമളാനും അവസാനിക്കുമ്പോൾ സമ്മാനം കൊടുക്കും, കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചു. തങ്ങളുടെ ദീനാണ് പറയുന്നത്. തങ്ങൾക്ക് തന്റെ കുടുംബത്തിന്റെ തെർബിയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. 30 കുടുംബങ്ങൾ റമളാൻ 1 മുതൽ 30 വരെ തങ്ങളെ വീട്ടിൽ നോമ്പ് തുറ. ഇത് പതിവായിരുന്നു. റമളാനിന്റെ തലേ ദിവസം പള്ളി, തങ്ങളുടെ പള്ളി, മഹല്ല് വക പള്ളി എല്ലാവരും കൂടിയിട്ട് ശുദ്ധീകരിക്കും. പിന്നെ എല്ലാവർക്കും തങ്ങള്
പാരിതോഷികം പ്രഖ്യാപിക്കും. ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയവർക്ക്, ഏറ്റവും കൂടുതൽ തറാവീഹിന് കൃത്യമായി പങ്കെടുത്തവർക്ക്, തക്ബീറത്തുൽ ഇഹ്റാമും നേരത്തെ തന്നെ ജമാഅത്തിൽ കയറി വന്നവർക്ക് എല്ലാവർക്കും തങ്ങൾ പാരിതോഷികം പ്രഖ്യാപിക്കും. റമദാന്റെ അവസാന ഭാഗം പാരിതോഷികം കൊടുക്കും. 30 പുരയില് നോമ്പുറക്കാൻ ഉണ്ടാക്കില്ല. ഈ 30 ദിവസം 30 പുരക്കാർക്ക് തങ്ങളെ പുരയിൽ നോമ്പ് തുറ. ആ ഒരു സന്തോഷം തങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം തങ്ങൾക്കുണ്ടായിരുന്നു. റമദാൻ 7 ആകുമ്പോഴത്തിന് പള്ളിയിലേക്ക് ടൈലറെ വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ, സഹയ്യ, ഭയങ്കര സഹയ്യ, കയ്യിൽ ലുപ്തില്ലാത്ത കൈയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടേത്. തെർബിയത്തിന്റെ ശില്പിയാണ് ബാഫക്ക തങ്ങൾ. പിരിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ പിരിവ് തങ്ങൾ എഴുതി 6000 റുപ്യ. അന്ന് കോഴിക്കോട് അങ്ങാടിയിൽ 1 പവന് 10 റുപ്യ. നിങ്ങൾക്ക് തിരിഞ്ഞാത്തത് കൊണ്ടോ നെട്ടണ ഗ്രന്ഥി നിങ്ങളെ തടിയിൽ ഇല്ലാത്തത് കൊണ്ടോ എന്താണ് നിങ്ങൾ നെട്ടാത്തതെന്ന് മനസ്സിലായില്ല. എലിയുടെ തടിയിൽ നിന്ന് ഭയത്തിന്റെ ഗ്രന്ഥികൾ എടുത്തു കടന്നപ്പോൾ അത് പൂച്ചയുടെ മുന്നിൽ നൃത്തം ചെയ്ത ഒരു സംഭവം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നതുപോലെ നെട്ടണ ഗ്രന്ഥി പടച്ചോങ്ങളെ തടിയിൽ നിന്ന് എടുത്തു കളഞ്ഞോന്ന് എനിക്കറിയില്ല. തെർബിയത്തിന് വേണ്ടി ആദ്യത്തെ ദിവസം തങ്ങൾ കൊടുത്ത സംഭാവന 600 പവൻ സ്വർണം വാങ്ങാനുള്ള മുതല് 1936. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫഖി. നമുക്ക് പായ മടക്കി കിട്ടല നല്ലത്. 600 മനസ്സിലാവണില്ലേ പറഞ്ഞത്? തെർബിയത്തിന്റെ അടിസ്ഥാന രേഖ പരിശോധിച്ച് പറയാണ്, പോയിക്കോ. ആ തെർബിയത്തിന്റെ ഇന്നത്തെ പ്രസിഡന്റും തങ്ങളെ മകനാണ്. രേഖ പരിശോധിച്ചും അതിന്റെ യാഥാസ്ഥ നേടിയിട്ടും ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. തങ്ങൾ തെർബിയത്തിന് കൊടുത്ത ആദ്യത്തെ സംഭാവന 6000 റുപ്യ. അന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ 1 പവന് 10 റുപ്യ. 10,000 അല്ല, 10 റുപ്യ. 1 പവൻ സ്വർണത്തിന് 10 റുപ്യയുള്ള സമയത്ത് തങ്ങൾ തെർബിയത്തിന് കൊടുത്തത് 6000 റുപ്യ. അതായത് 600 പവൻ സ്വർണം വാങ്ങാനുള്ള പൈസ. ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് കുട്ടികൾക്ക് എത്ര ഉണ്ടാവും? ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയല്ലോ 1.5 കോടി റുപ്യ. അതാണ് ഞങ്ങള് കുപ്പായല്ല, സാധനാണ്. ഭയങ്കര സഹിയ. അതാണ് ആ മനുഷ്യനെ പറഞ്ഞത്. ആ മനുഷ്യൻ സഹിയ. 30 കുടുംബം തങ്ങളെ പരന്ന് നോമ്പുറക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടാത്തത് നിങ്ങൾക്ക് തങ്ങളാരാന്ന് അറിയാത്തതുകൊണ്ടാണ്. സഹിയ. കൊയിലാണ്ടി പള്ളിയിൽ ജമാഅത്തിന് വരുന്നവർക്കൊക്കെ പാരിതോഷികം കൊടുക്കും. റമദാൻ അവസാനം, റമദാൻ 7 അന്ന് ടൈലർ വന്നോളം നിയമം. റമദാൻ 7 അന്ന് തറാവീഹിന് ടൈലർ വരും. തറാവീഹിൽ ടൈലർ പങ്കെടുക്കും. ടൈലർ അളവെടുക്കണം. ജമാഅത്തിന് വന്നവരെ മുഴുവനും അളവെടുക്കുക. എല്ലാവർക്കും 3 ജോഡി വസ്ത്രം തങ്ങളെ വകയാണ്. മിക്കവാറും ആളുകൾക്ക് 1 കൊല്ലത്തെ വസ്ത്രമാണ് തങ്ങളെ വകയാണ്. 30 പേരയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും ജമാഅത്തിനുണ്ടാവും. ഈ ആളുകൾക്ക് മുഴുവനും വസ്ത്രം തങ്ങളെ വകയാണ്. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫഖി. മനുഷ്യൻ ചൂണ്ടുന്നിടത്തേക്ക് ഒരു ലോകം തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്നാ തിരിയുക? ആ മനുഷ്യൻ ചൂണ്ടിയിടത്തേക്ക് ഒരു ലോകം തിരിയാനുള്ള കാരണം അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ് ഖരീബും മിനന്നാസ് ഖരീബും മിനൽ ജന്നതി ബഈദും മിനന്നാർ. ഹബീബായ നബി പറഞ്ഞു, അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ്, കൊടുക്കുന്നവൻ അള്ളാന്റെ കൂട്ടുകാരനാണ്. ഖരീബും മിനന്നാസ്, ജനങ്ങളോടും അടുത്തവനാണ്. ഖരീബും മിനൽ ജന്ന, സ്വർഗ്ഗത്തോട് അടുത്തവനാണ്. ബഈദും മിനന്നാർ, നരകത്തിൽ നിന്ന് വളരെ അകലെയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അങ്ങോട്ട് നിറച്ചിട്ട് കൊടുക്കുക തന്നെ ഇരിക്കും. തങ്ങൾക്ക് യാതൊരു വിഷമമില്ല, കൊടുക്കുന്നതിൽ വിരോധമില്ല. എല്ലാവർക്കും കൊടുക്കും. 3 ഇമാമുമാരെ നിർത്തും. 8 റക്അത്തിനൊരു ഇമാമ നന്നായി ഓതി നിസ്കരിച്ചോളണം. നമ്മളെ ഇന്നത്തെ അലങ്കരക്കൈപ്പയെ 2 വട്ടം ആവർത്തിക്കല്ല. 8 റക്അത്തിനൊരു ഇമാമ്. അയാൾ തങ്ങളെ പള്ളിയിൽ തങ്ങളുടെ ചെലവിനും ശമ്പളത്തിനും തറാവീഹിന് 3 ഇമാമ. അത് മരണം വരെ അങ്ങനെയായിരുന്നു. 8 റക്അത്തിനൊരു ഇമാമ്. അപ്പോഴത്തേക്ക് അയാൾ കുഴങ്ങും, മാറും. അടുത്ത ഇമാമ്, അടുത്ത 8 റക്അത്തിന്.
16 കഴിഞ്ഞ് പിന്നെ 4 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റിനും കൂടെ വേറെ ഇമാം. 3 ഇമാമുമാർക്ക് ശമ്പളം വസ്ത്രം എല്ലാം തങ്ങളൊക്കെയാണ്. അതാണ് സഹിയ്. അതാണ് കയ്യ് മുഴുവനും ഓട്ടയായി പോയ സഹിയാണത്. പക്ഷെ എന്നാലും ഓട്ടുണ്ടായില്ല. അള്ളാഹു അത് കൊടുത്തു, നെഹ്മത്തെ കൊണ്ട് കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തങ്ങളെ വകയുണ്ടായിരുന്നു. തങ്ങളെ കയ്യൊപ്പില്ലാത്ത ഒരു സംഭവമില്ല. തങ്ങളെ കൈ കൊണ്ട് കിട്ടാത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സ്കോളർഷിപ്പ് കൊടുത്ത ആളുകൾ കേരള സർക്കാരിന്റെ സ്കോളർഷിപ്പ് അല്ല ആദ്യം ഉണ്ടായത്, ബാഫക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? നിർത്തണ്ട. കേരള സർക്കാർ അല്ല മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യം സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത്. ആദ്യത്തെ സ്കോളർഷിപ്പ് ബാഫക്ക് തങ്ങളുടെ സ്കോളർഷിപ്പാണ്. തങ്ങളത് കൊടുത്തു. തങ്ങളെ സ്കോളർഷിപ്പിൽ പഠിച്ചുണ്ടാക്കിയ അനവധി ആളുകൾ പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അധികായന്മാരായി. അതിൽപ്പെട്ട ഒരാളാണ് CH മുഹമ്മദ് കോയ. പക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥിക്കറിയില്ല ഈ സ്കോളർഷിപ്പ് തരുന്നത് ആരാ. ഞാൻ ചില ഭാഗങ്ങൾ അനുസ്മരിക്കും. തങ്ങളുടെ ധനശേഷിയില്ലാത്തവരെ സ്വന്തമായി പണം നൽകി പഠിപ്പിക്കാനും ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേക അഭിരുചിയുള്ളവരെ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിച്ച് സമുദായത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റാനും ബാപ്പ തങ്ങൾ കാണിച്ച ശുഷ്കാന്തിയും മാതൃകയും നിർഭാഗ്യവശാൽ എവിടെയോ വെച്ച് കണ്ണിമുറിഞ്ഞു പോയിരിക്കും. തങ്ങൾ സ്കോളർഷിപ്പ് നൽകി പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഉയർന്ന പദവികളിൽ എത്തിയ ശേഷം അവർ തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് ആ സ്കോളർഷിപ്പിന്റെ ചരിത്രം ലോകം അറിഞ്ഞത്. 1940 ഇങ്ങോട്ട് നോക്ക്. ആർക്കെങ്കിലും 10 റുപ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് 10,000 ആളെ വിളിച്ചു കൂട്ടിയിട്ട് 10 റുപ്യ കൊടുക്കുന്ന പരിപാടിയല്ല തങ്ങളുടേത്. അതാരും പിന്നീട് ഇവരിത് തിരിച്ചറിഞ്ഞ ഇവർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തങ്ങൾ ചെയ്ത വിവരം നാട്ടുകാർ അറിഞ്ഞത്. 1940കളിൽ കൊയിലാണ്ടി ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളായ 14 പേരുടെ ഫീസ് പതിവായി നൽകിക്കൊണ്ടിരുന്നത് ആരാണെന്ന് അതിന്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്ക് അറിയില്ലായിരുന്നെന്ന് പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബ് ഒരിക്കൽ എഴുതുകയുണ്ടായി. ഫീസ് അടച്ച രസീതുകൾ അവിടുത്തെ അറബി അധ്യാപകൻ കോട്ടപ്പുറം TP മുഹമ്മദ് മൗലവി കൃത്യമായി തന്നെ ഈ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരുന്നു. കൊയിലാണ്ടി. എന്നാൽ ആരാണ് ഫീസ് അടച്ചതെന്ന് അവർക്കറിയില്ല. കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം വരെയുള്ള തന്റെ ചെലവുകളൊക്കെയും തങ്ങൾ തന്നെയാണ് വഹിച്ചത്. ടി മുഹമ്മദ് സാഹിബ് പറയാം. ബഹുമാനപ്പെട്ട ടി അബ്ദുള്ള സാഹിബ്, പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബ് പറയാണ്, അതായത് കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത ബിരുദം നേടുന്നത് വരെയുള്ള എന്റെ മൊത്തം ചെലവ് ബാപ്പക്ക് തങ്ങളെ സ്കോളർഷിപ്പാണ് ബാപ്പക്ക് തങ്ങളെ വഹിച്ചത്. കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള തന്റെ ചെലവുകളൊക്കെയും തങ്ങൾ തന്നെയാണ്. ബാപ്പക്ക് തങ്ങളുടെ പഠനാനുകൂല്യം പറ്റിയിരുന്ന 14 വിദ്യാർത്ഥികളിൽ CH മുഹമ്മദ് കോയ സാഹിബും പെട്ടിരുന്നു. ബാപ്പക്ക് തങ്ങളുടെ ധനസഹായം ലഭിച്ചിരുന്ന കാലത്ത് ഇങ്ങോട്ട് നോക്ക്. ബാപ്പക്ക് തങ്ങളുടെ ധനസഹായം ലഭിച്ചിരുന്ന കാലത്ത് ഒരു പ്രയാസവും എനിക്കില്ലായിരുന്നു. സ്വന്തം